എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ കാസർഗോഡിൻ്റെ എം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. ഇദ്ദേഹത്തെ തട്ടകത്തിപ്പോയി ഒന്ന് കാണണമെന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. കാസർഗോഡ് എങ്ങനെ വിലസം എന്ന് അറിയണ്ടേ? കാസർഗോഡ് എങ്ങനെ പോകുന്നു? കാസർഗോഡ് നന്നായി പോകുന്നു. കേരളത്തിലെ 14 ജില്ലകളിൽ വെച്ച് ഏറ്റവും സ്നേഹിക്കാൻ കൊള്ളാവുന്ന ജനങ്ങളുള്ള ജില്ല കാസർഗോഡാണ്. ആണോ? ഉറപ്പാണോ? തീർച്ചയായും. എല്ലാവരും കേൾക്കാൻ ഞാൻ പറയാം. ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്നേഹവും വാത്സല്യവും സഹായവും സഹകരണവും എല്ലാവരും കേൾക്കട്ടെ. കാസർഗോഡുകാർക്കുള്ള സ്നേഹം മറ്റൊരു ജില്ല എനിക്ക് തന്നിട്ടില്ല. ഇല്ല, ഉറപ്പ്. ഇനിയിപ്പോ വേറെ ജില്ലയെ മത്സരിക്കേണ്ടി വന്നാലോ? അവിടെയും ഞാൻ പോയി പറയും കാസർഗോഡ് എനിക്ക് കിട്ടിയ സ്നേഹം. നിങ്ങൾ കാസർഗോഡുകാരുടെ കൂടെ ആയാൽ ഞാനും പറയും അല്ലേ? എന്തായാലും അത് കൊള്ളാം. അതാണ് ദാറ്റ് ഈസ് എ ഡിപ്ലോമസി ഓഫ് പൊളിറ്റിക്സ് ബൈ രാജ്മോഹൻ ഉണ്ണിത്താൻ. ഓക്കെ, ഗ്രേറ്റ് ഡിപ്ലോമാറ്റ് ആട്ടോ. പഠിക്കുന്ന കാലത്ത് ഡിപ്ലോമാറ്റിക് ആണ്. കുറച്ച് പ്രായമൊക്കെ കുറഞ്ഞു പയ്യനെ. മാത്രമല്ല കാസർഗോഡുകാർ എങ്ങനെ സ്നേഹം കൊടുത്താണ് ഇങ്ങനെ ആക്കിയത് നമുക്കറിയില്ല അല്ലേ? അപ്പോൾ നമ്മൾ വലിയൊരു യാത്രയുടെ ഭാഗമായിട്ട് എനിക്കറിയാമല്ലോ. മാത്രമല്ല നിങ്ങളൊക്കെയാണ് പര്യടനത്തെ പറ്റിയ വാർത്തകളെന്ന് മനസ്സിലായി. എന്തൊരു ചൂടാപ്പാ ഇത്! അയ്യോ 40 ഡിഗ്രി ചൂടിലാണ്. ഇനിയിപ്പോ ചൂട് കൂടാൻ പോവാണ്. കൂടാൻ പോവാ. മെയ് മാസം വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ചൂട്. അന്നൊരു പര്യടനത്തിൽ ഇറങ്ങണം അല്ലേ? എന്റെ ഇലക്ഷൻ എല്ലാം മെയ് മാസത്തിലേ വരുതേ. അതെ. അപ്പൊ ഇലക്ഷൻ പ്രചരണം 2 മാസം. അന്ന് ചൂട് കൊണ്ട് കറുത്ത ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോഴും കിടക്കുക കഴിഞ്ഞ ഇലക്ഷന്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ പൊതുവെ ലഹരി സ്വാധീനം കുറച്ച് കുറവുണ്ടെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് അല്ലേ? ആദ്യമായിട്ട് താങ്കളെ ഒന്ന് അഭിനന്ദിക്കണ്ടേ? അഭിനന്ദിച്ചു. താങ്കളാകുമ്പോ അഭിനന്ദിച്ചാലും ഒരു സന്തോഷം. ഫെൻസിങ്ങും ഹിലാരിയും ഒക്കെ എവറസ്റ്റ് കീഴടക്കി എന്ന് പറഞ്ഞ പോലെ. എന്തോന്ന്? ഫെൻസിങ്ങും ഹിലാരിയും എവറസ്റ്റ് കീഴടക്കി എന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ പൊതുജന സമൂഹത്തിന്റെ മനസാക്ഷി ഉണർന്നുണ്ടായിരുന്നു നിങ്ങളെല്ലാം കൂടെ കീഴടക്കിയിരിക്കുകയാണ്. ഇന്ന് അവരുടെ എല്ലാം മനോമുകുരത്തിൽ നിങ്ങൾ ഈ നടത്തുന്ന യാത്രയ്ക്ക് ഒരു വലിയ അംഗീകാരം കിട്ടിയിരിക്കുകയാണ്. ജനങ്ങൾ ഇളക്കി മറിഞ്ഞിരിക്കുകയാണ്. അതിപ്പോൾ നിങ്ങൾ 30 ദിവസം സമാപിക്കുമ്പോ ഉണ്ടല്ലോ, കോഴിക്കോട് കടപ്പുറം സമുദ്രം 2 സമുദ്രം അങ്ങനെ സമയമുണ്ട്. കോഴിക്കോട് വരണം. ഞാൻ നോക്കാം. സരസ്വതിയുള്ള ആളാണ് നമുക്കറിയാം. അതുകൊണ്ട് അവിടെ 4 എൻ പീതാംബരക്കുറിപ്പും രണ്ടുപേരും എൻകൗണ്ടറിലൊക്കെ ഇരുന്ന് ആഷ്മിയൊക്കെ ചില അടി കേട്ട് കുഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആഞ്ഞടിയാ. മാത്രമല്ല ഇത് വെട്ടമാണിയുടെ പഴഞ്ചൊൽ പ്രപഞ്ചം മൊത്തം കാണാൻ പഠിച്ചാളോ? വെട്ടമാണി പഴമക്കാരുള്ള ബന്ധു, പഴയ മനുഷ്യല്ലേ? കൊല്ലസംഗോളിന്റെ പ്രൊഡക്റ്റ് ആവശ്യം മാറുക കുറയൂ. പിന്നെ അപ്പൊ നമ്മുടെ യാത്ര അങ്ങോട്ട് തുറന്നു പറഞ്ഞാല് ഇത്രയും വലിയൊരു പ്രതികരണം നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. 2 കുഴപ്പങ്ങളാണ്. ഞാനൊരു 3% പ്രതീക്ഷിച്ചുള്ളൂ. ഒരു 300% പ്രതീക്ഷിക്കാം. ഒരുപാട് ലഹരി കടന്നു കഴിഞ്ഞു. കുറച്ച് താമസിച്ചു പോയി. കുട്ടികളൊക്കെ ഒരുപാട് അഡിക്റ്റായി. പലരെയും കണ്ടു യാത്രയ്ക്കിടെ. ഡി അഡിക്ഷൻ സെൻ്ററിലൊക്കെ പോയി. പല്ലൊക്കെ ദ്രവിച്ചു തുടങ്ങി കേട്ടോ, MDMA കഴിച്ച പിള്ളേരുടെയൊക്കെ. അപ്പം അത്രയും അപകടകരമാണ്. അമ്മമാർക്ക് പേടിയായി തുടങ്ങി. അമ്മമാർ വിളിച്ചു പറയാൻ തുടങ്ങി. പണ്ടൊക്കെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കാൻ പേടിയാണല്ലോ, കഴുത്തെ തല കാണത്തില്ല. ഇപ്പം അങ്ങനെ പ്രശ്നമല്ല, വരട്ടെന്നാണ് പറയുന്നത്. അവർക്ക് ആ ഒരു ശക്തിയായിട്ട് നമ്മൾ മാത്രം ഒരു ടോൾ ഫ്രീ നമ്പർ ഇട്ടു 24-ൽ. ഇങ്ങനെയുള്ളവർക്ക് വിളിച്ചു പറയാം, നിങ്ങളുടെ പേര് പുറത്ത് വരത്തില്ല. അവിടെ വർക്ക് ചെയ്യാൻ ആൾക്കാർക്ക് പേടിയാണ്. കാരണം വിളിയാണ്. എഴുതി ഒരു ഊപ്പാട് വരിക. കോളുകൾ നിരന്തരം. അപ്പോൾ ആ രീതിയിലൊരു മാറ്റം വന്നു. ഒരു 90 ദിവസത്തിനകം നമ്മളിത് മാറ്റി മറിച്ചില്ലെങ്കിൽ ഒരു ദിവസം 700 പേര് വെച്ചിട്ട് രാസലഹരിക്കാരായി മാറും. അങ്ങ് ഒരു MP എന്നുള്ള നിലയിൽ പാർലമെന്റിൽ വരെ അങ്ങ് ഉന്നയിക്കേണ്ട കാര്യം അത്. തീർച്ചയായിട്ടും പാർലമെന്റ് നമ്മള് എല്ലാം നറുക്കെടുപ്പാണല്ലോ. നമുക്ക് അവസരം കിട്ടണം. അതെനിക്കറിയാം. കൊടുക്കുന്ന സുരേഷ് സംസാരിക്കുന്ന ഒരു സമയത്ത് അങ്ങ് സംസാരിച്ചാൽ മതി. ഞാൻ പറയാം. അതേ നമ്മുടെ സുഹൃത്തായിട്ട് പറയാം. നമ്മള് ഞാൻ പറഞ്ഞത് പുരാതന കാലം തൊട്ട് ലഹരി ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ബൈബിളിലൊരു കഥയുണ്ട്. കാര്യം നോഹ അമിതമായി വീഞ്ഞ് പാനം ചെയ്ത് അബോധാവസ്ഥയിലായി. അദ്ദേഹം വിവസ്ത്രനായി. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ വന്ന് അദ്ദേഹത്തെ കളിയാക്കി. അച്ഛനിങ്ങനെ തുണിയില്ലാതെ കിടക്കുന്നുണ്ട്. 2ാമത്തെ മകൻ വന്ന് അദ്ദേഹത്തിൻ്റെ മാനം കാത്തു. അദ്ദേഹം നഗ്നത മറച്ചു. അവസാനം കുടുംബകലഹമായി. അപ്പോൾ ബൈബിളിൽ പോലും പുരാണകാലത്ത് ഈ കുടുംബകലഹം ഉണ്ടാകുന്ന ലഹരിയാണ്. ഇപ്പോഴും മഹാഭാരതത്തിൽ പാണ്ഡവന്മാരുടെ നാശത്തിന് കാര്യം ലഹരിയാണ്, ഗേംബ്ലിംഗ് ആണ്. ആ ഗേംബ്ലിങ്ങിന്റെ ലഹരിയിലൂടെയാണ് പാണ്ഡവന്മാർ നശിച്ച് വെണ്ണീറായത്. അപ്പൊ ലഹരി ഏത് ലഹരി കൂടിയാലും പ്രസംഗം ഒഴിച്ച്. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു പ്രഭവ കേന്ദ്രം ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ഈ പറയപ്പെടുന്ന സിന്തറ്റിക് ഡ്രഗ്സ് മൊത്തം പോകുന്നത് ഒന്ന് ഗോൾഡൻ ക്രസൻറ്റ് എന്ന് പറയുന്ന 3 രാജ്യങ്ങളാണ്. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ആൻഡ് ഇറാൻ. അത് കഴിഞ്ഞാൽ പിന്നെ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്ന മ്യാൻമാർ, കംബോഡിയ ആൻഡ് വിയറ്റ്നാം. ഈ
ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഭീകരവാദത്തെ, ലോകരാഷ്ട്രങ്ങൾ ഭീകരവാദത്തെയും അതുപോലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും വളർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ലോകരാഷ്ട്രങ്ങളെല്ലാം പോകുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഈ വിമാനത്തിലാണ് അല്ലെ കപ്പലിലാണ് വരുന്നത്. കൊറിയർ. അപ്പോൾ ഗവൺമെൻറ് കൂടുതൽ ജാഗ്രത പാലിക്കാത്തതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിമാനത്താവളങ്ങളിലെ പരിശോധന അവരൊക്കെ അറിഞ്ഞിട്ടാണ് ഇത് പുറത്തേക്ക് പോകുന്നത്. അതുപോലെ തുറമുഖങ്ങളിൽ. അപ്പോൾ ആദ്യം ഒന്ന് നിയമം കർശനമാക്കണം. ഇപ്പോൾ നമ്മുടെ ഇവിടെ നർക്കോട്ടിക് മറ്റേ ഇതുണ്ടല്ലോ, അതൊക്കെ വളരെ കൂളായിട്ട് ജാമ്യം എടുത്ത് പോയിട്ട് പിറ്റേന്ന് തൊട്ട് പണി തുടങ്ങാം. അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിയമമല്ല ഇതിനാവശ്യം, നിയമം കർശനമാക്കണം. 2, ജനങ്ങളിൽ അവബോധം വളർത്തണം. കാരണം ഇത് നിങ്ങൾ ഈ പറയുന്ന കണക്ക് 500 ആണെന്നല്ല, ഒരു തലമുറ മൊത്തം നശിക്കാൻ പോകുന്നതാണ്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമല്ല. കാശ്മീർ ഒരു അനുഭവം ഉണ്ടായി നമ്മുടെ യാത്രക്കിടയിൽ. ഒരു കൊച്ചു പയ്യൻ വന്ന് പറഞ്ഞ്, ചേട്ടാ എന്തോ ചേട്ടാ കാര്യം, നല്ല ക്വാളിറ്റിയുള്ള MDMA കിട്ടുന്നില്ല. അവന്റെ പരാതിയാണ്, നല്ല ക്വാളിറ്റിയുള്ള സാധനം കിട്ടുന്നില്ല. നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നാൽ ഒരു പെൺകുട്ടി പറഞ്ഞു, എനിക്ക് പണമില്ല, വീട്ടുകാർ പണം തരുന്നില്ല, എൻ്റെ സുഹൃത്തുക്കളാരും പണം തരുന്നില്ല, അവസാനം ആഭരണം മൊത്തം വിറ്റു, എനിക്കിത് കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ല, അവസാനം എൻ്റെ ശരീരം വിറ്റ് ഞാൻ കഴിക്കാൻ ആരംഭിച്ചു. ഞാൻ പറഞ്ഞു മനസ്സിലായി. അപ്പോൾ ഇത് വളരെ മാരകമാണ്. ഇപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ്. കാരണം ഇത് എത്ര ലക്ഷം ജനങ്ങളിലേക്കാണ് ഇത് വരെ. നിങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾ 10ലേക്ക് 10, 100ലേക്ക് 100. ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് മാഷേ, അതായത് നമ്മുടെ ടോട്ടൽ എയർ ടൈമിന്റെ 30% ഇപ്പൊ ഇതിനായിട്ട് മാറ്റി വെച്ചിരിക്കുക. 30 അല്ല 50% മാറ്റി വെച്ചാലും നഷ്ടമില്ല. കാരണം കടപൂട്ടി പോവും. ഒരു ചെറിയ എന്റെ കല്യാണത്തിന് മുമ്പാണ്. അപ്പൊ ഞാൻ കുറെ വർഷമായി, അതിന് മുമ്പാ. അപ്പൊ നമ്മുടെ രാജ്മോഹനോട് തന്നെ ചർച്ചയ്ക്ക് വിളിച്ചു, 8 മണിക്ക് ചർച്ചയ്ക്ക് വിളിച്ച് 7 ആയപ്പോൾ ചേട്ടൻ വിളിക്കുന്നു, ഹാഷ്മി എനിക്ക് ഭാര്യയുടെ കൂടെ കടയിൽ പോകണം. അപ്പൊ നല്ല ദേഷ്യം, ഇപ്പൊ ഒരു ദേഷ്യവും ഇല്ല. ഹാഷ്മി എനിക്ക് ഭാര്യയോട് കടയിൽ പോകണം. ഒരു കുടുംബം നോക്കുന്നവര് മാത്രമേ ഒരു രാജ്യം നോക്കാൻ പറ്റൂ. ഞാൻ എന്റെ വീട്ടിൽ മലക്കറി വാങ്ങിച്ചു കൊടുക്കുന്നത്, ഫിഷ് വാങ്ങിച്ചു കൊടുക്കുന്നത് ഞാനാണ്, മട്ടൺ വാങ്ങിച്ചു കൊടുക്കുന്നത് ഞാനാണ്. കുക്കിംഗ് അറിയാമോ? കുക്കിംഗ് എന്റെ അമ്മയ്ക്ക് ഞാൻ അരച്ചു കൊടുക്കുമായിരുന്നു, പാചകം ചെയ്തു. ഇതിലൊക്കെ എന്താ നാണക്കേട്? നല്ല അരകല്ല്, അരകല്ല് അരഞ്ഞോണ്ട് എന്താ ഇപ്പൊ നല്ല സുഖമായി. അരകല്ല് അരയ്ക്കുമായിരുന്നു, ആട്ടുകല്ല് ആട്ടുമായിരുന്നു, മറ്റേ അമ്മിക്കല്ലിട്ട് ഇത് പൊടിച്ചു കൊടുക്കുമായിരുന്നു. ഒറ്റ ചോദ്യം, ഭാര്യ ഒരാഴ്ച ലീവ് എഴുതി പോയി കഴിഞ്ഞാൽ അടുക്കള നോക്കാൻ പറ്റുമോ? ഭാര്യ ഒരിക്കലും ലീവ്, ഒരാഴ്ച അവർക്ക് വേണമല്ലോ ലീവ്. 24 മണിക്കൂർ ഉണ്ണിത്താനെ സഹിക്കണമെന്ന് പറ്റുന്ന കാര്യം. അവർക്ക് ഒരാഴ്ച ലീവ് എടുക്കണമെന്ന് തോന്നി, എന്ത് ചെയ്യും? ഒന്ന് ആലോചിച്ചു. ഭക്ഷണമൊക്കെ അല്ല അതൊന്ന് മറുപടി പറഞ്ഞാൽ അല്ല, ഭാര്യ കൂടി കേൾക്കുന്നുണ്ടാവില്ല. ഭാര്യ ഇവിടെ ഉണ്ടോ? ഭാര്യ തിരുവനന്തപുരത്താണ്. അത് കൊള്ളാം. ഭർത്താവ് കാസർഗോഡും ഭാര്യ തിരുവനന്തപുരത്തും, ദാമ്പത്യം പുഷ്പിക്കുക. 8 മണിക്ക് ചർച്ചയ്ക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. 7 എനിക്ക് ഭാര്യയുടെ കൂടെ കടയിൽ പോകണം മാഷ്മി, നിവർത്തില്ല, അതുകൊണ്ടാണ് എനിക്ക് അപ്പൊ ദേഷ്യം, ഇപ്പൊ ഒരു ദേഷ്യമില്ല. ഇക്കരെയാണ് എന്റെ താമസം, അക്കരെയാണ് എന്റെ മാനസം. സ്നേഹം അല്ലേ വലുത് അല്ലേ? ഓക്കെ. അപ്പൊ ഇത് പറഞ്ഞില്ല, ഒരാഴ്ച ലീവ് എടുത്താൽ അടുക്കള നോക്കാൻ പറ്റും. ഒറ്റ ചോദ്യമേ ഉള്ളൂ, അടുക്കള ക്ലാരിറ്റി ഉണ്ട്. അടുക്കള ഞാൻ ഇവിടെ വന്നതിന് ശേഷം കാസർഗോട്ട് ഞാനാണ് സ്വയം കുക്കിംഗ്. എന്ത് ഒളിച്ചു നോക്കുന്നുണ്ടല്ലോ ഈ അടുക്കള കാര്യം പറയാം. ഇവിടെ എല്ലാം ഞാൻ പാചകം ചെയ്യുന്നുണ്ട്. ഞാൻ നന്നായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കും, ഞാൻ പുട്ടുണ്ടാക്കും. അല്ല ചോദിച്ചു നോക്കൂ. അത് ഒരു ചാനലിൽ അറിഞ്ഞിട്ട് വന്നത് അവർ എടുത്തോണ്ട് പോയി. ഞാൻ ആദ്യം തൊട്ട് പാചകം തുടങ്ങുന്നോട്ട് തീരുന്നവരെ അവരെടുത്തു. അടുത്ത ഓണത്തിന് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പാചക വഴി പോകും, ബുക്ക് ചെയ്തിരിക്കുന്നു. ഫ്ലവേഴ്സിലാണ് ടെലികാസ്റ്റ് കേട്ടോ. ഞാനത് എഗ്രി ചെയ്തിരിക്കുന്നു. ഒരു 500 രൂപ പ്രതിഫലം തരും. അങ്ങേക്ക് ഞങ്ങളൊരു കപ്പ് കൊണ്ടുവന്നു ചായ കുടിക്കാനായിട്ട്. MP കാസർഗോഡ് അല്ല, ചായ ഉണ്ട് ഇതിനകത്ത്. അങ്ങേക്ക് ചായ തരും. അങ്ങ് കാസർഗോഡ് ജനങ്ങൾ മൊത്തം നിൽക്കല്ലേ ചായ തരാൻ. ഓക്കെ. അങ്ങേക്ക് എല്ലാ ഇത്രയും വലിയ പിൻബലം ആർക്കാ ഉള്ളത്? ഓക്കെ. കൊല്ലത്ത് നിന്ന് വന്ന് കാസർഗോഡ് ഇറങ്ങി കാസർഗോഡുകാരനായി അല്ലേ?